നല്ല സിനിമ. ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസം കാണാമെന്ന് വിചാരിച്ചായിരുന്നു, നടന്നില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബിജു മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീര സിനിമ, എന്തായാലും കാണണം. എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു ഹൈപ്പ് ഇതിന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല സിനിമയാണ്, പൈസ വസൂലാണത്. നല്ല സിനിമ. നല്ല പടം, നല്ല പടം. മേക്കിംഗ് കൊള്ളാം, ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ട്. കംബാക്ക് എന്ന് പറയാം. സലവനാ കൊള്ളാം, കുഴപ്പമില്ല. ബിജുമേൻ്റെയും ആസിഫലിയുടെയും തിരിച്ചുവരവാണ്, കൊള്ളാം. എല്ലാത്തിലും കൊണ്ട് സസ്പെൻസ് ത്രില്ലറാണ്. ത്രില്ലറാണ്. ഏതായാലും 2.5 മണിക്കൂർ പിടിച്ചിരുന്നതാണ്. ലാഗൊന്നും വലുതായിട്ടില്ല, വേറെ ഒന്നുമില്ല. ഒരു പോൾ സ്റ്റോറി, വേറൊരു വെറൈറ്റിയാണ്. ആസിഫലി തിരിച്ചുവരവാണ്. കൊള്ളാം, നല്ല സിനിമ, കൊള്ളാം. കുഴപ്പമില്ല. എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി തരുന്ന രീതിയിലാണ് എൻഡിങ്. അത് മറ്റേ അനുരാഗ കരക്കിൻ വെള്ളം പോലെയുള്ള കോംബോ തന്നെ. എന്നുവെച്ചാൽ നല്ലൊരു സിങ്ക് ഉണ്ട്. കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. സൂപ്പർ പടമാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ല സൂപ്പർ പടമാണ് എനിക്ക് തോന്നിയത്. ഞെട്ടി, നല്ല സൂപ്പർ ആയിരുന്നു. സൂപ്പർ അഭിനയമായിരുന്നു ആസിഫ് അലിയുടെ. അല്ല, ഞാൻ ഇത്രയും നാള് കണ്ടതില് ആസിഫ് അലിയുടെ പടം എനിക്കിത് ഇഷ്ടപ്പെട്ടു. അവസാനം ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. ത്രില്ലറാണ്, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. കുറച്ച് രണ്ടുപേരും നല്ലതായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. ത്രില്ലിംഗ് ആയിരുന്നു. നല്ല അഭിനയം. രണ്ടുപേരും നല്ല അഭിനയമായിരുന്നു. നല്ല സിനിമ. ബിജു മേനോനും രണ്ടുപേരും നല്ല അഭിനയം. ആസിഫ് അലി നല്ല അഭിനയം. നല്ല അടിപൊളി സിനിമ. നല്ല സസ്പെൻസ് ആണ്. ഒരു സാധാരണ സിനിമയൊക്കെ നല്ല രീതിയിൽ